വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ച CPM ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിച്ച് ശക്തി തെളിയിക്കാൻ BJPയും കളത്തിലുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിയെപ്പോലും പ്രഖ്യാപിക്കാനാകാതെ ക്ഷീണത്തിലാണ് കോൺഗ്രസ്. CPMന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് ഷൊർണൂർ നിയോജക മണ്ഡലം. ഷൊർണൂർ നഗരസഭയും വാണിയംകുളം പഞ്ചായത്തും വെള്ളിനേഴിയും ചെർപ്പുളശ്ശേരിയുമെല്ലാം CPM ഭരണത്തിന്റെ കീഴിൽ വരുന്നതാണ്. 2016 CPM നേതാവായിരുന്ന PK ശശി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ 66,165 വോട്ടുകൾ നേടി വിജയിച്ചു. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിൽ കണക്കുകൾ മാറിമറിഞ്ഞു. CPM നേതാവായ മമ്മിക്കുട്ടി മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 36,674 ഉയർത്തി. PK ശശിയേക്കാൾ 8,235 വോട്ട് കൂടുതൽ നേടിയായിരുന്നു P മമ്മിക്കുട്ടി വിജയിച്ചത്. 74,400 വോട്ടുകൾ നേടി മമ്മിക്കുട്ടി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന MLA ആയി മാറി. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച TH ഫിറോസ് ബാബു ആവട്ടെ 37,726 വോട്ടാണ് നേടിയത്. 2016 S സംഗീത നേടിയ വോട്ടിനേക്കാൾ 3,892 വോട്ട് 2021 കോൺഗ്രസിന് കുറഞ്ഞു. അതേസമയം താമര ചിഹ്നത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് വാര്യർ 36,973 വോട്ട് നേടി 3ാം സ്ഥാനത്തായി. 2016 നിന്നും 2021 എത്തുമ്പോഴേക്കും BJP 8,137 വോട്ടാണ് മണ്ഡലത്തിൽ വർദ്ധിപ്പിച്ചത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് 2026 വേദിയാകുമ്പോൾ സ്ഥിതിഗതികൾ മാറിമറിയുകയാണ്. P മമ്മിക്കുട്ടിയെ CPM പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമ്പോൾ എത്രത്തോളം ഭൂരിപക്ഷം ലഭിക്കുമെന്നതാണ് CPM പ്രവർത്തകരുടെ ചോദ്യം. എന്നാൽ മണ്ഡലത്തിൽ നിർണായക ശക്തിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാതെ പോയത് കോൺഗ്രസിനും വലിയ ക്ഷീണമുണ്ടാക്കും. BJP സ്ഥാനാർത്ഥിയായി ശങ്കുട്ടി ദാസ് മത്സരത്തിനിറങ്ങുമ്പോൾ സന്ദീപ് വാര്യർ ഉയർത്തിയ വോട്ടിനേക്കാൾ കൂടുതൽ നേടാനാകുമോ എന്നതാണ് BJPയും ഉറ്റുനോക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാകസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.